30 വർഷത്തോളം രാപ്പകലില്ലാതെ ഗൾഫിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഒരൊറ്റ ഫോൺ കോളിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവാസിയുടെ കഥ യൂട്യൂബിൽ പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് വന്ന് അന്ന് വൈകിട്ട് ബാങ്കിൻ്റെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള OTP ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു വന്നൊരു കോളിൽ ഈ OTP കൊടുത്തപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ പെൻഷൻ തുക മൊത്തം നഷ്ടമായിട്ടുള്ള KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെ കഥയും നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഈ വീഡിയോയിലൂടെ പറയുന്നത് റിട്ടയർമെൻറ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള കുറേ സ്കാമുകളെ പറ്റിയിട്ടാണ്. 5 തരത്തിലുള്ള സ്കാമുകളാണ് എൻ്റെ ശ്രദ്ധയിൽ പ്രധാനമായിട്ടും പറ്റിയിട്ടുള്ളത്. ആ 5 സ്കാമുകൾ എന്താണെന്നും അത് എങ്ങനെ ഒഴിവാക്കാമെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ പണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണം സേവ് ചെയ്യുക, പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനാണ് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. വലിയ ഒരു തട്ടിപ്പ് നടക്കുന്നത് VIP ട്രേഡിംഗ് ഗ്രൂപ്പുകൾ എന്നുള്ള രീതിയിൽ വാട്സപ്പിലോ ടെലിഗ്രാമിലോ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചില ആളുകളുടെ ട്രേഡിംഗ് ഗ്രൂപ്പുകളിൽ ചെന്നപ്പെടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ട്രേഡിംഗ് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പണം ആഡ് ചെയ്യാനോ പണം വിഡ്രോ ചെയ്യാനോ ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വളരെയധികം ലാഭം ഉണ്ട് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ഉള്ള ലാഭം വളരെ പെരുപ്പിച്ച് കാണിക്കുകയും പക്ഷേ ഒരു കാരണവശാലും അതിൽ നിന്ന് പണം നമുക്ക് പിൻവലിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു തട്ടിപ്പാണ്. നമുക്ക് ചെറിയൊരു ലാഭം ഉണ്ടെന്ന് കാണുമ്പോൾ മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് വലിയ തുക അതിലേക്ക് വരുമ്പോൾ ആയിരിക്കും നമുക്ക് കുറച്ച് പണം അതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്ന് നമുക്ക് തോന്നുക. അങ്ങനെ തോന്നുന്ന സമയത്ത് അവർക്ക് അതിന്മേൽ ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന്മേൽ അഡീഷണൽ ആയിട്ടുള്ള വിഡ്രോവൽ ചാർജുകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കൂടെ പണം അടിച്ചു മാറ്റുകയും അതിനുശേഷം ഏറ്റവും ഒരു എൻഡ് പോയിന്റ് എത്തുമ്പോൾ ആ ആപ്പ് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള തട്ടിപ്പുകളാണ് VIP ട്രേഡിംഗ് സ്കാമുകളിൽ പെട്ടിട്ടുള്ളത്. ഇത്തരം സ്കാമുകളിൽ പരമാവധി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു APK ഫയൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫയലുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലേക്ക് അയച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സെറോദ പോലെ അല്ലെങ്കിൽ ജിയോജിത്ത് പോലെ ഉള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ അതിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പണം പിൻവലിക്കാനായിട്ട് പറ്റില്ല. പണം ആഡ് ചെയ്യാനും നിങ്ങളുടെ ട്രാൻസാക്ഷനുകളൊക്കെ കാണാനും വളരെ വലിയ ലാഭമുള്ളതായിട്ട് തോന്നിക്കാനും ഒക്കെ ഉള്ള സംവിധാനം മാത്രം ഉണ്ടാക്കി. ഒരു കാരണവശാലും ഇതിൽ നിന്ന് പണം പിൻവലിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റൊക്കെ ചെയ്യേണ്ടത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായിട്ടുള്ള ബ്രോക്കർമാർ ത്രൂ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കാം ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഏക കാര്യം. റിട്ടയർ ആയവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ലോക്കൽ തട്ടിപ്പാണ് പൈസ ഡബിളാക്കി തരാം എന്ന് പറഞ്ഞ് നടക്കുന്ന പോൺസി സ്കീമുകളിലുള്ള തട്ടിപ്പ്. 1-2 വർഷം മുൻപൊക്കെ ഹൈറിച്ച് എന്ന് പറഞ്ഞുള്ള വളരെ വലിയ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തെ നമ്മളുടെ ചാനലിലെ വീഡിയോകൾ കൊണ്ട് നമ്മൾ എതിരിടുകയും അത് സക്സസ്ഫുള്ളി അത് പൂട്ടിക്കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യൂനെറ്റ്, അതുപോലെ മോറിസ് കോയിൻ, ആട്, തേക്ക്, മാഞ്ചിയം പോലെ പലതരത്തിലുള്ള സ്കീമുകളെ ഒരു പേര് പറഞ്ഞു വിളിക്കുന്നതാണ് ഈ പോൺസി സ്കീമുകൾ. പോൺസി സ്കീമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ ചേർത്തുന്നു, ആ ചേർത്തിയിട്ടുള്ള ആൾ 2 ആളെ വീണ്ടും ചേർത്തുന്നു, അതിൽ നിന്ന് വീണ്ടും 2 പേര് വെച്ച് 2 പേരെ വീണ്ടും ചേർത്തുന്നു. അങ്ങനെ ഒരു പിരമിഡ് രീതിയിൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്കീമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ താഴെ ചേരുന്ന ആളുടെ പണം മുകളിൽ ഉള്ള ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സംവിധാനം മാത്രമാണ്. എന്നാണോ ഇതിൽ താഴെ ആളുകൾ ജോയിൻ നിൽക്കുന്നത് അന്ന് ഈ സ്കീം തകരും. ഒരു സ്കീമുകളും ലോകത്ത് ഇതുവരെ ഒരു പോൺസി സ്കീമുകളും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളെ ചേർക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അത് വിറ്റ് നിങ്ങൾക്ക് ലാഭം എടുക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് റിട്ടയർ ആയിട്ടുള്ള നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ പ്രത്യേകം സൂക്ഷിക്കുക. അവർ പറയുന്ന യാതൊരുവിധ പദ്ധതികളിലും ചേരാതിരിക്കുക. ഇപ്പോൾ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് ബിറ്റ് കോയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളൊക്കെയാണ് ഇതിൽ കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോൺസി സ്കീമുകളെ ആണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഇത്തരം കള്ളനാണയങ്ങളെ പേടിച്ച് ജീവിക്കാനുള്ളതല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള തുക വളരെ സേഫായിട്ട് സെക്യൂറായിട്ട് പ്രിസർവ് ചെയ്യുകയും അതിൽ നിന്ന് ഉള്ള വരുമാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേശ്ശെ ഉപയോഗിച്ച് നമ്മളുടെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അറിവില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റിട്ടയർ മോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ റിട്ടയർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് റിട്ടയർ എന്ന് മെസ്സേജ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പാർട്ടാവാം. മൂന്നാമത്തെ തരം തട്ടിപ്പുകളാണ് ഡിജിറ്റൽ അറസ്റ്റും പെൻഷൻ തട്ടിപ്പുകളുമൊക്കെ. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി വളരെ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. ബാങ്കിൽ നിന്നോ CBIയിൽ നിന്നോ ആർമിയിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞ് EDയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആളുകൾ ഫോൺ വഴി വിളിക്കുകയും ഫോണിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ അനങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിലാക്കും, ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു ഡിജിറ്റൽ അറസ്റ്റിൽ വിധേയമാക്കുകയും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ പണം സ്കാമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് പദ്ധതികൾ
തട്ടിപ്പുകളാണ് മൂന്നാമത്തെ തരത്തിലുള്ള സ്കാം. നമ്മളുടെ അതോറിറ്റികൾ വളരെ വലിയ രീതിയിലുള്ള ഒരു അവെയർനെസ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് ഡിജിറ്റൽ അറസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഒരു പോലീസുകാരനും ചോദിക്കില്ല. ഒരു പോലീസുകാരനും ഒരു CBI ഓഫീസറും ഒരു ED ഓഫീസറും നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്വേഡോ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസോ OTP ഒന്നും ചോദിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ ബാങ്ക് ഒഫീഷ്യൽസ് പോലും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിയമപരമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പോലീസ് ഓഫീസിൽ നിന്നാണ് വിളിക്കുക. അവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അല്ലാതെ ഒരാളും ന്യൂഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ലക്നൌവിൽ നിന്നോ കാൺപൂരിൽ നിന്നോ ഒന്നും ആരും വിളിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നാലാമത്തേത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണ് ബാങ്കിലെ ഓഫീസർമാർ നടത്തുന്ന തട്ടിപ്പ്. ഇൻഷുറൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ, വളരെ ചെറിയ റിട്ടേൺ മാത്രം തരുന്ന ഫിക്സഡ് ഇൻകം സ്കീമുകൾ ഒക്കെ നമ്മളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഈ പല ബാങ്ക് ഓഫീസർമാരും. അവർക്ക് വളരെ വലിയ ടാർഗറ്റുകളുണ്ടാവും. അവരുടെ ബാങ്ക് അവർക്ക് 50 ലക്ഷത്തിൻ്റെ കവറേജുള്ള പോളിസികൾ ഉണ്ടാക്കിയെടുക്കണം, അതല്ലെങ്കിൽ 70 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കണം എന്നൊക്കെയുള്ള ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിന്യൂ ചെയ്യാനോ പോകുന്ന നമ്മളെപ്പോലുള്ള സാധാരണ റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയർ ആവാൻ തയ്യാറെടുക്കുന്ന ആളുകളെ സമീപിക്കുകയും ആ പണം നമ്മൾ FD ഇടാനൊക്കെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ഈ പണം ഇൻഷുറൻസ് ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് മാറ്റുകയും അത് വളരെ വലിയ നഷ്ടം നമുക്കുണ്ടാക്കി തരികയും ചെയ്യും. എന്തുകൊണ്ടാണത് നഷ്ടമാവുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ഒരു ഇൻഷുറൻസ് പദ്ധതിക്കും 5 മുതൽ 6% കൂടുതൽ നേട്ടം തരാനായിട്ട് സാധിക്കില്ല. ഏറ്റവും കൂടി വന്നാൽ നിങ്ങൾക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെയാണ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പണം 5 കൊല്ലം തുടർച്ചയായി ഇടുകയോ അല്ലെങ്കിൽ 5 കൊല്ലം അവിടെ ഹോൾഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ലോക്കിൻ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ലാഭം എടുക്കാം, എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് പിൻവലിക്കാം എന്നുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ളപ്പോൾ ഇത്തരം പദ്ധതികളിൽ ബാങ്ക് മാനേജർമാരും ബാങ്ക് ഓഫീസർമാരുടെയും അടുത്ത് പോയി പെട്ടാൽ നമ്മൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നതിനായിട്ട് അവർ നമ്മൾക്ക് കുറേ പ്രോഡക്റ്റുകൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക. അത്തരം പദ്ധതികളിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ഇൻഷുറൻസ് സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അഞ്ചാമത്തേതും റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല മികച്ച ബാങ്കുകളുടെയും മികച്ച ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകളും ഫേക്കായിട്ടുള്ള ബ്രോഷറുകളും ഒക്കെ അച്ചടിച്ചിറക്കുകയും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് 18-19% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്തുകൊണ്ട് പണം കൈപ്പറ്റുകയും പണം കൈപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ പലിശയില്ല മുതലുമില്ല എന്നുള്ള സിറ്റുവേഷനിലെത്തുകയും ചെയ്യുന്ന സംവിധാനങ്ങളാണ്. എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ തന്നെയാണ്, അവരുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വഴി തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാങ്കിൻ്റെ ഓഫീസ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഓഫീസ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഫോമുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൻ്റെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുമാത്രമല്ല വെബ്സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ വെബ്സൈറ്റുകൾ ജെനുവിനാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വെബ്സൈറ്റുകൾ ജെനുവിനാണ് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വെബ്സൈറ്റുകളുടെ അഡ്രസ്സിൻ്റെ സൈഡിലായിട്ട് ഒരു ലോക്കിൻ്റെ സിമ്പൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ടിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഫേക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കുറേ ഏജൻസികളുണ്ട്. ബാങ്കുകളെ നിയന്ത്രിക്കുന്ന RBI, ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്ന IRDAI, അതുപോലെ സ്റ്റോക്ക് ബ്രോക്കർമാരെയും മ്യൂച്വൽ ഫണ്ടുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് സെബിയും ആംഫിയും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുള്ള പദ്ധതികൾ തന്നെയാണിത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അത്തരം പദ്ധതിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ മാത്രം നമ്മളുടെ സേവിങ്സ് നടത്തുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗം. അതുപോലെ അപരിചിതരായിട്ടുള്ള ആളുകൾ അയച്ചു തരുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക, അവർ തരുന്ന ആപ്പുകൾ നമ്മുടെ മൊബൈലുകളിൽ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ 1930 എന്ന് പറഞ്ഞിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടമായിട്ടുള്ള തുക നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ cybercrime.gov.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ള ഇതുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആയ കാലത്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൃത്യമായിട്ട് ചിലവാക്കി ജീവിതാവസാനം വരെ മുന്നോട്ട് പോകേണ്ട ഒരു സംഗതിയാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ചിലവുകളും തട്ടിപ്പുകളും ഒക്കെ നടത്തി നമ്മളുടെ റിട്ടയർമെൻറ്റിനെ കുളമാക്കാതിരിക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് റിട്ടയർ എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ജെനുവിനാണോ എന്ന് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് നമ്മളുടെ
ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.